വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന ഭാഗമാണ്. ആദ്യം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഈസ് ദ ലിറ്ററേച്ചർ ബൈ പീപ്പിൾ ഫ്രം ഫോമർലി കോളനൈസ്ഡ് കൺട്രീസ്. മുമ്പ് കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിലെ ജനങ്ങൾ എഴുതിയ സാഹിത്യകൃതികളാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഓൺ ഓൾ കോണ്ടിനെൻറ്റ്സ് എക്സെപ്റ്റ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഒഴികെ എല്ലാ കോണ്ടിനെൻറ്റ്സിലും ഇത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ കാണാൻ സാധിക്കും. ഇത് കോളനിവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ കൾച്ചറൽ ഇമ്പീരിയലിസത്തിനെ വെല്ലുവിളിച്ചിരുന്നു. അതായത് ഇംഗ്ലണ്ട്, പോർച്ചുഗൽ പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾ ഇന്ത്യ, ഫ്രാൻസ്, അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളെ കോളനികളാക്കി വെച്ചിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റുകളായിട്ടാണ് ആദ്യം അവർ കോളനികളെയൊക്കെ കണ്ടിരുന്നത്. പിന്നീട് ഇത്തരം കോളനികളിൽ നിന്നുള്ള റിസോഴ്സുകൾ മോഷ്ടിക്കുകയും അവിടെയുള്ള ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും എല്ലാം ഭീഷണിയായി തീരുകയും ചെയ്തിരുന്നു. ഇത്തരം രാജ്യങ്ങൾ കോളനികളിലെ സംസ്കാരത്തെ നശിപ്പിക്കുകയും അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കൾച്ചറൽ ഇമ്പീരിയലിസത്തിനെതിരെ ജനങ്ങൾ എതിർക്കാൻ തുടങ്ങിയത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലൂടെയാണ്. സാമ്രാജ്യത്തിനെതിരെയുള്ള സാഹിത്യ ലോകത്തെ പ്രതിഷേധമാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലൂടെ സാധ്യമായത്. പ്രധാനപ്പെട്ട പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സാണ് എഡ്വേർഡ് സയ്യിദ്, ചിനുവ അച്ചേബെ, സൽമാൻ റുഷ്ദി, ഹോമി കെ ഭാഭ, ഗായത്രി ചക്രവർത്തി. ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിലൂടെ ഒന്ന് കടന്നു പോകാം. ഫസ്റ്റ് വൺ ഈസ് ദിസ് ഇസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ബൈ മാർഗരറ്റ് അച്ച്വുഡ്. 1939 നവംബർ 18 കാനഡയിലാണ് മാർഗരറ്റ് അച്ച്വുഡ് ജനിച്ചത്. അവരൊരു നോവലിസ്റ്റും ലിറ്റററി ക്രിട്ടിക്കും എസ്സേയിസ്റ്റും എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റുമായിരുന്നു. റീസെൻറ്റ് ഹിസ്റ്ററിയിലെ മോസ്റ്റ് ഓണേർഡ് ഫിക്ഷൻ റൈറ്ററും കൂടിയായിരുന്നു അവർ. അവർക്ക് ബുക്കർ പ്രൈസ്, ഗവർണർ ജനറൽ അവാർഡ് പോലെയുള്ള ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അവർ 4 കളക്ഷൻസ് ഓഫ് സ്റ്റോറീസും 3 കളക്ഷൻസ് ഓഫ് അൺക്ലാസിഫയബിൾ ഷോർട്ട് പ്രോസ് വർക്ക്സും ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന പോയത്തിലൂടെ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് പോയറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. പോയത്തിൽ സ്പീക്കർ മറ്റാരോ എടുത്ത തൻ്റെ ഒരു ഫോട്ടോഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്. The photograph was not clear. Lines are blurred and the light of photograph has become dim. ആ ഫോട്ടോഗ്രാഫ് തീരെ ക്ലിയർ ഇല്ലാത്തതും ലൈനുകളെല്ലാം ബ്ലറായിട്ടുള്ളതും അതിൻ്റെ ലൈറ്റ് വളരെ ഡിം ആണെന്നുമാണ് സ്പീക്കർ പറയുന്നത്. സ്പീക്കറുടെ അഭിപ്രായത്തിൽ ആ ഫോട്ടോ എടുത്തത് ഒരു പുരുഷനാണ്. പെട്രാർക്കിയൽ സൊസൈറ്റിയിൽ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ പോയറ്റ് വിശദമാക്കുന്നത്. ഒരു തടാകത്തിൽ മുങ്ങി കിടക്കുന്ന തൻ്റെ ഫോട്ടോ ആണ് അത് എന്നാണ് അവർ പറയുന്നത്. ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. പുരുഷ മേധാവിത്വം സ്ത്രീകളെ മാർജിനലൈസ് ചെയ്യുകയും അവരെ ഡൊമസ്റ്റിക് വർക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സ്ത്രീകളുടെ വർക്കുകൾ പുരുഷന്മാർ അംഗീകരിക്കുന്നില്ല. അവരെ എപ്പോഴും വീക്ക് സൈഡിലാണ് നിർത്തുന്നത്. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇവിടെ പരാമർശിക്കുന്നത്. ലേക്ക് എന്ന് പറയുന്നത് ഇതിൽ സൊസൈറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഈ പോയത്തിൻ്റെ ലാസ്റ്റ് ലൈൻ ഇത്തിരി റെവല്യൂഷണറിയാണ്. ഇത്രയൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായാലും സ്ത്രീ അവിടെ തന്നെ ഉണ്ടാവും. അവളുടെ ഫോട്ടോ മാത്രമേ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, എന്നെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് സ്പീക്കർ ഈ പോയത്തിലൂടെ പറയുന്നത്. ഫോട്ടോഗ്രാഫ് സ്റ്റാൻഡ്സ് ഫോർ ഹിസ് ഹിസ്റ്ററി വിച്ച് ഇസ് നോട്ട് ക്ലിയർ. ലൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ക്രിയേറ്റിവിറ്റി ഓഫ് ദ വുമൻ.
ഫോട്ടോഗ്രാഫ് അവളുടെ ഹിസ്റ്ററിയാണ്, അതായത് ക്ലിയർ അല്ലാത്ത അവളുടെ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. പുരുഷന്മാർ സ്ത്രീകളുടെ ഹിസ്റ്ററി എഴുതുമ്പോൾ അതൊരിക്കലും കറക്റ്റ് ആയിരിക്കുകയില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പുരുഷന്മാർ ഒരിക്കലും സ്ത്രീയുടെ ക്രിയേറ്റിവിറ്റിയെ അംഗീകരിക്കാനോ അത് മുൻനിരയിലേക്ക് കൊണ്ടുവരാനോ സഹായിക്കുകയില്ലെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത പോയം നോക്കാം. ദ എമിഗ്രൻസ് ബൈ കമാവ് ബ്രത്ത്വെയ്റ്റ്. ഒരു ബാർബേഡിയൻ പോയറ്റായ എഡ്വേർഡ് കമാവ് ബ്രത്ത്വെയ്റ്റ് 1930 മെയ് 11 ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിലാണ് ജനിച്ചത്. ബാർബഡോസിലെ ഹാരിസൺ കോളേജിലും കാംബ്രിഡ്ജ് പെംബ്രോക്ക് കോളേജിലും ആണ് ഇംഗ്ലണ്ടിലെ പെംബ്രോക്ക് കോളേജിലുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. ഘാനയിൽ എഡ്യൂക്കേഷൻ ഓഫീസറായി വർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിലെ ജമൈക്ക ക്യാമ്പസ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ ടീച്ചറായിട്ടും വർക്ക് ചെയ്തിരുന്നു. ഇതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി PhD യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിൽ നിന്ന് PhD നേടി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ബോൺ ടു സ്ലോ ഹോഴ്സസ്, ആൻസെസ്റ്റേഴ്സ്, വേർഡ്സ് നീഡ് ലവ് ടു. ഈ പോയത്തിലൂടെ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് പോയറ്റ് ഒരു നരേറ്റീവിലൂടെ വിവരിക്കുന്നത്. അമേരിക്ക കണ്ടെത്തുന്നതിനായി നടത്തുന്ന യാത്ര, കപ്പൽ യാത്ര, കൊളംബസിൻ്റെ കപ്പൽ യാത്രയാണ് ഇതിലൂടെ പോയറ്റ് വിശദീകരിക്കുന്നത്. അമേരിക്ക കണ്ടെത്തിയതിനു ശേഷം കൊളംബസിൻ്റെ പട്ടാളക്കാർ അമേരിക്കയിലെ ജനങ്ങളോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്നാണ് നരേറ്റർ പറയുന്നത്. കോളനിവൽക്കരിക്കപ്പെടുന്ന ഓരോ രാജ്യത്തിന് മുകളിലും കോളനൈസേഴ്സ് തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇത്തരം കോളനികളിലെ സംസ്കാരമാണ്. അവർ അത്രയും കാലം പടുത്തുയർത്തിയ അവരുടെ ജീവിതവും സംസ്കാരവും പാടെ നശിപ്പിച്ചുകൊണ്ടാണ് വൻകിട രാഷ്ട്രങ്ങൾ അവരുടെ മേൽ ഓരോന്നും അടിച്ചേൽപ്പിക്കുന്നത്. കൊളംബസിൻ്റെ വരവിനെ ആദ്യം പക്ഷികൾ ഉറക്കെ ഒച്ചയുണ്ടാക്കി കലപില കൂട്ടി എതിർക്കുന്നുണ്ട്. പോയത്തിൻ്റെ അവസാനം ബീച്ചിൽ നിന്ന് ഒരു ഞണ്ടുകൾ കൊളംബസിന് നേരെ കൂർത്ത നഖങ്ങളുമായി വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പോയത്തിലൂടെ കോളനിവൽക്കരണത്തിൻ്റെ ഭീകരത എന്താണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കോളനിവൽക്കരണത്തിൻ്റെ മറ്റൊരു ദുസ്സഹമായ വശമാണ് സ്വന്തം നാടും വീടും സംസ്കാരവും ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും ചേക്കേറേണ്ടി വരുന്ന അവസ്ഥ. നെക്സ്റ്റ് ചാപ്റ്റർ, ഹൗസ് ഓഫ് 1000 Doors ബൈ മീന അലക്സാണ്ടർ. മീന അലക്സാണ്ടർ 1951 ഫെബ്രുവരി 17 ഇന്ത്യയിലാണ് ജനിച്ചത്. ഷി വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. ഇന്ത്യയിൽ ജനിച്ചെങ്കിലും അവർ ന്യൂയോർക്ക് സിറ്റിയിലാണ് ജീവിച്ചത്. ഈ പോയം അവരുടെ നെസ്റ്റാൾജിക് ഫീലിങ്സ് ആണ്, ഇന്ത്യയെക്കുറിച്ചുള്ള നെസ്റ്റാൾജിക് ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. ഹൗസ് ഓഫ് 1000 Doors എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെയാണ്. വ്യത്യസ്ത മതങ്ങളെയും ആചാരങ്ങളെയും പുൽകാൻ സാധിക്കുന്ന ഇന്ത്യയുടെ സ്വഭാവ മഹിമയാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ കടൽ തീരത്തുള്ള തൻ്റെ തറവാട് വീടിനെ കുറിച്ചാണ് പോയട്രസ് ഇതിൽ വിവരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഡിസ്ക്രിമിനേഷനും കൂടി ഇതിൽ വിഷയമാകുന്നുണ്ട്. പല സിംബലുകളും ഉപയോഗിച്ച് വീട്ടിനകത്ത് തളക്കപ്പെട്ട സ്ത്രീ ജീവിതങ്ങളെ കുറിച്ച് പരാമർശിക്കുകയാണ് പോയറ്റ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത ചാപ്റ്റർ, ദ മിസ്റ്റിക് ഡ്രം ബൈ ഗബ്രിയേൽ ഒക്കാറ. ഈ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. 1921 ഏപ്രിൽ 21 നൈജീരിയയിലാണ് ഗബ്രിയേൽ ഒക്കാറ ജനിച്ചത്. അദ്ദേഹം ഒരു പോയറ്റും നോവലിസ്റ്റുമായിരുന്നു. അദ്ദേഹം ഒരു സെൽഫ് എഡ്യൂക്കേറ്റഡ് മാൻ ആയിരുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് അദ്ദേഹം റൈറ്റിങ്ങിലേക്ക് തിരിഞ്ഞത്. 1960 അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ലിറ്റററി ക്രാഫ്റ്റ്സ്മാനായി മാറിയത്.
അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ 1964 പുറത്തിറങ്ങിയ ദ വോയിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ, ലിറ്റിൽ സ്നേക്ക് ആൻഡ് ലിറ്റിൽ ഫ്രോഗ്, ആൻ അഡ്വഞ്ചർ ടു ജൂജു ഐലാൻഡ്. ആഫ്രിക്ക എന്ന രാജ്യത്തിൻ്റെ കോളനിവൽക്കരണം ചിത്രീകരിക്കുകയാണ് ദ മിസ്റ്റിക് ഡ്രം എന്ന ഈ പോയത്തിലൂടെ ഒക്കാര ചെയ്യുന്നത്. ഡ്രം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലൈഫിൻ്റെ സ്പിരിച്വൽ പൾസാണ്, അവരുടെ ട്രഡീഷണൽ പൾസാണ് ഡ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയറ്റിൻ്റെ മനസ്സിനകത്ത് ഡ്രം ബീറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഡ്രം ബീറ്റ് കേൾക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പുഴയിലെ മത്സ്യങ്ങളടക്കം ഡാൻസ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡ്രം ബീറ്റിൻ്റെ ശക്തി കൂടുമ്പോൾ മത്സ്യങ്ങൾ മനുഷ്യരായി മാറുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യരും ഫിഷസ് എല്ലാം മനുഷ്യരായി മാറുന്നു എന്നൊക്കെ പറയുന്നത് ആഫ്രിക്കൻ ജനത നേച്ചറുമായി എത്രമാത്രം അറ്റാച്ച്ഡ് ആണ് എന്നതാണ്. എല്ലാവരും ഡാൻസ് ചെയ്യുന്ന സമയത്ത് മരത്തിന് പിറകിലായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ആ സ്ത്രീ രൂപം ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും ഡാൻസ് നോക്കി കാണുകയാണ്. ഈ സ്ത്രീരൂപം സിംബലൈസ് ചെയ്യുന്നത് ആഫ്രിക്കയെ കോളനിവൽക്കരിക്കാൻ വന്നിട്ടുള്ള വിദേശ രാജ്യമാണ്. പെട്ടെന്ന് തന്നെ ഡ്രം ബീറ്റ് അവസാനിക്കുകയും എല്ലാവരും ഡാൻസ് നിർത്തുകയും ചെയ്യുന്നു. മത്സ്യങ്ങളെല്ലാം വീണ്ടും മനുഷ്യരായി തീർന്ന മത്സ്യങ്ങളെല്ലാം വീണ്ടും മത്സ്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തും ആ സ്ത്രീ രൂപം അവിടെ തന്നെ നിൽക്കുകയാണ്. അവൾക്ക് വേരുകൾ വന്ന് അവൾ അവിടെ ഊന്നി ആ നിലത്ത് അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ മൂക്കിലൂടെ പുക വരാനൊക്കെ തുടങ്ങി. ഇത് കാണിക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുകയാണ് സ്ത്രീയുടെ മൂക്കിലൂടെ വരുന്ന പുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ പ്രകൃതിയെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നു എന്നുകൂടി ഈ കവിതയിലൂടെ ഒക്കാറ ചൂണ്ടിക്കാണിക്കുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ആഫ്രിക്ക ബൈ ഡേവിഡ് ഡയോപ്പ്. 1927 ഫ്രാൻസിലാണ് ഡേവിഡ് ഡയോപ്പ് ജനിച്ചത്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പോയട്രി എഴുതാൻ തുടങ്ങിയിരുന്നു. ആഫ്രിക്കൻസിൻ്റെ ആരും പറയാത്ത സഫറിങ്സിൻ്റെയും ഹ്യൂമിലിറ്റീസിൻ്റെയൊക്കെ കഥകളാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ കാണാൻ സാധിക്കുക. 33-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ കീ സ്റ്റോൺ ആയിട്ട് എന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇതൊരു പാട്രിയോട്ടിക് പോയമാണെന്ന് നമുക്ക് പറയാം. ഫ്രാൻസിൽ ജനിച്ച് ഫ്രാൻസിൽ ജീവിക്കുന്ന ഡേവിഡ് ഡയോപ്പ് അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യമായ ആഫ്രിക്കയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പോയമാണ് ഇത്. 1950 മാത്രമാണ് അദ്ദേഹം ആഫ്രിക്കയിൽ വിസിറ്റ് ചെയ്തത്. ആഫ്രിക്കയെക്കുറിച്ച് തനിക്ക് തൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞ അറിവുകളല്ലാതെ മറ്റൊന്നും അറിയില്ലെങ്കിലും താൻ ആഫ്രിക്കയെ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം തൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത് ആഫ്രിക്കയുടെ രക്തമാണെന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ പൂർവികരുടെ ഹാർഡ് ലേബർ ഉപയോഗിച്ച് മറ്റുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് കോളനി വൽക്കരിച്ച ആഫ്രിക്കയെ കോളനിയാക്കിയ രാജ്യങ്ങൾ, അവരെയാണ് മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത്. അവരാണ് ലാഭം കൊയ്തത് എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ പറയുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ പോയം അവസാനിക്കുന്നത്. വൈറ്റ് ആൻഡ് ഫേഡഡ് ഫ്ലവർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളക്കാരുടെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ആഫ്രിക്കയിൽ അവസാനിക്കും എന്നാണ്. അതോടൊപ്പം ആഫ്രിക്ക സ്വാതന്ത്ര്യം നേടി ഉന്നതിയിലെത്തുമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അടുത്തത് ഡ്രാമയാണ് ഹാർവസ്റ്റ് ബൈ മഞ്ജുള പത്മനാഭൻ. മഞ്ജുള പത്മനാഭൻ ഒരു ഇന്ത്യൻ പ്ലേ റൈറ്റാണ്. 1953 അവർ ജനിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഹിഡൻ ഫയേഴ്സ്, ദ ആർട്ടിസ്റ്റ് മോഡൽ ആൻഡ് സെക്സ്റ്ററ്റ്. ഹാർവസ്റ്റ് എന്ന ഈ നാടകത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഓർഗൻ സെയിൽ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആണ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഹ്യൂമൻ ഓർഗൻസ്. ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഓം പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജയ,
അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള മാ എന്ന് വിളിക്കുന്ന സ്ത്രീ, ഓം പ്രകാശിൻ്റെ ബ്രദർ ജീത്തു, ഗിന്നി ആൻഡ് വെർജിൻ. ഇത് റിസീവേഴ്സാണ്, അതായത് ഓർഗൻസ് റിസീവ് ചെയ്യുന്ന 2 പേരാണ് ഗിന്നിയും വെർജിലും. ജോബ്ലെസ് ആയിട്ടുള്ള ഓം പ്രകാശ് ഇന്റർപ്ലാനറ്ററി സർവീസസ് എന്ന കമ്പനിയുമായിട്ടൊരു കരാറിൽ ഒപ്പുവയ്ക്കുന്നു. തൻ്റെ അവയവം അവർക്ക് ആ കമ്പനിക്ക് ഡൊനേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു കരാർ. അതിന് പകരമായിട്ട് അയാൾക്ക് ക്യാഷ് ലഭിക്കുന്നു. ആ കാശ് ഉപയോഗിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു. പക്ഷേ അയാൾക്ക് അയാളുടെ സ്വകാര്യത നഷ്ടപ്പെടുകയും അയാളുടെ കുടുംബത്തെ തന്നെ ഇന്റർപ്ലാനറ്ററി സർവീസസിന് വേണ്ടി സമർപ്പിക്കേണ്ടി വരുന്നു. ചതി മനസ്സിലാക്കിയ ജയ അവളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാതെ അവരെ തോൽപ്പിക്കുന്നതിനായി സ്വയം തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. കോളനിവൽക്കരണത്തിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്ക് ഈ ഒരു ഡ്രാമയിലൂടെ കാണാൻ സാധിക്കുന്നത്. ടാൻസാനിയക്കാരനായ നസീബു മവാൻകുസി നോർവേയിലെ ഓസ്ലോയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ കില്ലിംഗ് ടൈം, ഡേയ്സ് ഓഫ് സമ്മർ ആൻഡ് ദ സ്റ്റോളൻ ആംലെറ്റ്. മാജിക്കൽ എലമെൻറ്റ്സ് പ്രോസിലും ഫിക്ഷനിലൊക്കെ കൊണ്ടുവരിക എന്നത് പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. കില്ലിംഗ് ടൈം എന്ന ഈ പോയത്തിലൂടെ റിയാലിറ്റിയെ മാജിക്കുമായി കൂട്ടി കലർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സമയം കളയുന്നതിന് വേണ്ടി ഒരു കഫേയിൽ പോയിരിക്കുന്ന യങ് നരേറ്ററിനെയാണ് പോയറ്റ് കവിതയിൽ വിവരിക്കുന്നത്. അയാൾ കഫേയിലിരിക്കുമ്പോൾ 50 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ കഫേയിലേക്ക് വരികയും ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഗ്ലാസ് ബിയറുമായി അയാൾ ചിന്താമഗ്നനായി ഇരിക്കുന്നതും കണ്ടു. അയാളുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ഈ യങ് നരേറ്റർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നരേറ്റർ തിരിച്ചറിയുന്നു മറ്റൊരാൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തനിക്കെതിരെ ഇരിക്കുന്നുണ്ടെന്ന്. ഗ്രാജുവലി കഫേയിൽ ഒരു പുക വന്ന് നിറയുകയും 50 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ മനുഷ്യൻ വായുവിലേക്ക് ഉയർന്നു നിൽക്കുന്നതായും നരേറ്റർക്ക് തോന്നുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ മനുഷ്യൻ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. അവിടെ ടേബിളിൽ ബിയർ ഗ്ലാസ് മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നു. കില്ലിംഗ് ടൈം എന്ന ഈ പോയത്തിലൂടെ പോയറ്റ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചർ ആഫ്രിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈഫും അതിൻ്റെ ഡ്രൈനെസ്സും. വെറുതെ സമയം കില്ലിംഗ് ടൈം എന്നുള്ളത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. അതേപോലെ കളർഫുള്ളായിട്ടുള്ള ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഹാർമോണിയസ് ലൈഫ്, ആൻഷ്യൻ്റ് ആഫ്രിക്കയിലെ ഹാർമോണിയസ് ലൈഫിനെ ഓർമ്മിക്കുകയും കൂടിയാണ് ഈ പോയത്തിലൂടെ പോയറ്റ് ചെയ്യുന്നത്. The last chapter is A Scarf by Carol Shield. അമേരിക്കയിൽ ജനിച്ച കനേഡിയൻ റൈറ്ററാണ് കാരോൾ ആൻ ഷീൽഡ്. അവരുടെ 1993 ദ സ്റ്റോൺ ഡയറീസ് എന്ന നോവലിന് പുലിറ്റ്സർ പ്രൈസ് അവാർഡും ഗവർണർ ജനറൽ അവാർഡും കാനഡയും ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ഓറഞ്ച് ഫിഷ്, സ്വാൻ, വേരിയസ് മിറക്കിൾസ്, ഹാപ്പൻസ്റ്റൈൻസ്, റിപ്പബ്ലിക് ഓഫ് ലവ്. റീത്ത വിൻഡേഴ്സിൻ്റെ നോവലിൻ്റെ വിജയത്തിൽ പബ്ലിഷർ അവർക്ക് ഒരു ടൂർ പാക്കേജ് നൽകുന്നു. ആ ടൂറിന് പോയി വരുന്ന സമയത്ത് മകൾ ആവശ്യപ്പെട്ട പ്രകാരം മകൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം, അവളുടെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം നൽകാൻ റീത്ത വിൻഡേഴ്സ് തീരുമാനിക്കുന്നു. അവൾക്കിഷ്ടപ്പെട്ട ഒരു സ്കാർഫാണ് സമ്മാനമായി നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പല കടകളിലും കയറി ഇറങ്ങി അവൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള സ്കാർഫ് കരസ്ഥമാക്കുകയാണ്. അതിനുശേഷം തൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ അവിടെ നിന്ന് കണ്ടുമുട്ടുന്നു. ആ ഫ്രണ്ടുമായി സംസാരിച്ച് അവൾക്ക് ആ സ്കാർഫ് കാണിച്ചു കൊടുക്കുകയാണ്. മകൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത സ്കാർഫ് കാണിച്ചു കൊടുക്കുമ്പോൾ ഫ്രണ്ട് തനിക്ക് നൽകുന്ന ഗിഫ്റ്റാണ് അതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് അവരുടെ ബാഗിലേക്ക് എടുത്തു വെക്കുന്നതാണ് കാണുന്നത്. അത് താൻ തൻ്റെ മകൾക്ക് വാങ്ങിയതാണെന്ന് പറയുകയോ തിരിച്ചു വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അവസാനം മിസ്സിസ് വിൻഡേഴ്സ് ഒരു ഫിലോസഫി പറയുന്നു, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന്. ഇത്രയുമാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും വീഡിയോ
ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.